guys, welcome to mfc-creations. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഓതന്റിക്കേഷൻ മിഡിൽവെയർ ചെയ്യുന്നതെന്നുള്ളത് നോക്കി. ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള API ആണ്. ഓക്കെ, നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പോസ്റ്റിന് ഓൾറെഡി ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിലിപ്പോൾ ഉള്ളത് ID, അതുപോലെ ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, ഈ 3 ഫീൽഡുകൾ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ഓക്കെ, ഇനി ഇതിൽ ഒരുപാട് ഫീൽഡുകൾ ആഡ് ചെയ്യാനുണ്ട്. നമുക്ക് ഇമേജ് അപ്ലോഡ്, അതുപോലെ തന്നെ കമൻസ്, ലൈക്സ്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഓപ്പറേഷൻസ് നമുക്ക് ചെയ്യാനുണ്ട്. പക്ഷേ അതെല്ലാം നമുക്ക് ബേസിക് ആയിട്ടുള്ള CRUD ഓപ്പറേഷൻസ് കഴിഞ്ഞിട്ട് നമുക്കതെല്ലാം കവർ ചെയ്യാം. സോ അതിനായിട്ട് നമുക്ക് ആദ്യം അതിൻ്റെ റൗട്ട്സ് ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ ഓതന്റിക്കേഷൻ റിലേറ്റഡ് APIs എല്ലാം എഴുതാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഓത്ത് റൗട്ട് ഉണ്ടായിരുന്നു. അതുപോലെ ഇനി പോസ്റ്റ് റിലേറ്റഡ് റൗട്ട്സ് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പോസ്റ്റ് റൗട്ട് ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് റൗട്ട്സ് ഫോൾഡറിൽ പോയിട്ട് post.routes.ts എന്ന് പറയുന്നൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. റൗട്ട്സ്. എന്നിട്ട് ഈ ഓത്ത് റൗട്ട്സിലുള്ള എല്ലാ കണ്ടൻറ്റും കോപ്പി ചെയ്തിട്ട് നേരെ പോസ്റ്റ് റൗട്ടിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഇവിടെ കുറച്ച് ചേഞ്ച് വരുത്തി കൊടുക്കാം. ഓത്ത് റൗട്ടിന് പകരം നമുക്കുള്ളത് പോസ്റ്റ് റൗട്ടുകളാണ്. സോ പോസ്റ്റ് റൗട്ട് എന്നിട്ടു. ദെൻ ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് പാത്ത് നമുക്ക് പോസ്റ്റ് എന്നാക്കി കൊടുക്കാം. ഓക്കെ, നമ്മൾ കൺട്രോളർ ക്രിയേറ്റ് ചെയ്തിട്ടില്ല, തൽക്കാലം നമുക്ക് നെയിം കൊടുക്കാം, എന്നിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സോ പോസ്റ്റ് കൺട്രോളർ. ഓക്കെ, ഇവിടെ ഓത്ത് മാറ്റി പോസ്റ്റ് കൺട്രോളർ എന്നാക്കി. ദെൻ ഇനീഷ്യലൈസേഷൻ വേണം. അപ്പോൾ തൽക്കാലം നമുക്ക് ഒറ്റ റൗട്ട് മതി, അതുകൊണ്ട് ഈ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഒഴിവാക്കാം. ഓക്കെ, ഈ സൈനപ്പ് നമുക്ക് വേണ്ട. സോ ജസ്റ്റ് നമുക്ക് പാത്ത് മാത്രം മതി. നമ്മുടെ API വരിക API/post എന്നായിരിക്കും. സോ അതൊരു പോസ്റ്റ് മെത്തേഡ് തന്നെയാണ്. ഓക്കെ, ദെൻ ഓക്കെ, വാലിഡേഷൻ മിഡിൽ വരെ നമുക്ക് വേണം. DTO അതിന് വേറെ എഴുതി കൊടുക്കാം. സോ ഇപ്പോൾ ഓത്ത് കൺട്രോളറിന് പകരം നമുക്ക് പോസ്റ്റ് കൺട്രോളർ ആക്കാം. പോസ്റ്റ് കൺട്രോളർ സൈനപ്പ് ആയിരിക്കില്ല, അവിടെ ക്രിയേറ്റ് പോസ്റ്റ് എന്ന് പറയുന്നൊരു മെത്തേഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ദെൻ ഓക്കെ, റൗട്ട് വേണം. ഓക്കെ, ഓത്ത് കൺട്രോളറിന് പകരം നമുക്ക് വരും പോസ്റ്റ് കൺട്രോളർ. ഓക്കെ, ദെൻ ഇവിടെ ഓത്തിന് പകരം പോസ്റ്റ്. ദെൻ DTO വേണം. നമുക്കൊരു DTO ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. പോസ്റ്റ് DTO. അതിനകത്തുനിന്ന് നമുക്കൊരു DTO ക്രിയേറ്റ് ചെയ്യാണ്ട്. സോ ഞാനിവിടെ അതിൻ്റെ നെയിം ഓക്കെ തൽക്കാലം ഒന്നും കൊടുക്കുന്നില്ല. ദെൻ ഇനി നമുക്ക് നേരെ കൺട്രോളറിലോട്ട് പോകാം. അവിടെ പുതിയൊരു കൺട്രോളർ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. സോ കൺട്രോളർ പോലെ തന്നെ നമുക്ക് post.controller.ts. ഓക്കെ, നമ്മൾ ഓത്തിൽ ചെയ്ത സെയിം സാധനം, റൗട്ടിൽ ചെയ്ത സെയിം സാധനം ഈ ഓത്ത് കൺട്രോളർ ഫുള്ളായിട്ട് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഇവിടെ തൽക്കാലം സൈനപ്പിൻ്റെ മെത്തേഡ് മാത്രം നിർത്തിയിട്ട് ബാക്കിയെല്ലാം ഡിലീറ്റ് ചെയ്തു. ദെൻ നമുക്ക് നെയിം ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓത്ത് കൺട്രോളറിന് പകരം നമുക്കിത് പോസ്റ്റ് കൺട്രോളർ ആക്കി കൊടുക്കണം. ഓക്കെ, പോസ്റ്റ് കൺട്രോളർ. ദെൻ ഇവിടെ ഓത്ത് സർവീസിന് പകരം നമുക്ക് പോസ്റ്റ് സർവീസ് ആക്കണം. ഓക്കെ, പോസ്റ്റ് സർവീസ്. ദെൻ ഓക്കെ, സൈനപ്പിന് പകരം ക്രിയേറ്റ് പോസ്റ്റ്. ഓക്കെ, ദെൻ ഓക്കെ, ഇതൊക്കെ തൽക്കാലം നമുക്ക് കമൻറ്റ് ചെയ്ത് വെക്കാം. അതിനനുസരിച്ച് നമുക്ക് മാറ്റി കൊടുക്കാം. ഓക്കെ, ദെൻ ഓക്കെ, ദെൻ റിക്വസ്റ്റ് റെസ്പോൺസ് നമുക്ക് DTO വേണം. DTO നമ്മളിവിടെ എടുക്കാൻ പോകുന്നത് പോസ്റ്റ് DTO ആയിരിക്കും. സോ അതിലെ മെത്തേഡ് നമ്മളൊന്നും എഴുതിയിട്ടില്ല, സോ അത് ഒഴിവാക്കി. ഓത്ത് സർവീസിന് പകരം നമുക്കുണ്ടാവാം പോസ്റ്റ് സർവീസാണ്. പോസ്റ്റ് സർവീസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഒരു സർവീസ് ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് സർവീസസ് ഫോൾഡറിൽ പോയിട്ട് പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. സോ post.service.ts. ഓക്കെ, ഈ ഓത്ത് സർവീസിലുള്ള എല്ലാം എടുത്ത് പോസ്റ്റ് സർവീസിൽ കൊണ്ടുപോയിടാം. ഇവിടെ പേര് മാറ്റി ഓത്ത് സർവീസിന് പകരം നമുക്ക് പോസ്റ്റ് സർവീസ് എന്നാക്കി കൊടുക്കാം. ഓക്കെ, ഇവിടെ ആസ് യൂഷ്വൽ നമ്മൾ സൈനപ്പിൻ്റെ ഫംഗ്ഷൻ മാത്രം വെക്കുന്നു, ഇതൊക്കെല്ലാം ഡിലീറ്റ് ചെയ്യുന്നു. ഓക്കെ, ദെൻ സൈനപ്പ് മാറ്റിയിട്ട് നമ്മൾ ക്രിയേറ്റ് പോസ്റ്റ് എന്നാക്കി കൊടുക്കാം. ഓക്കെ, ദെൻ ഇതിൻ്റെ ലോജിക്സ് എല്ലാം വേറെയാണ്. സോ മൊത്തം നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇവിടെ പ്രോമിസിൽ തൽക്കാലം ഇനി കൊടുക്കാം. ഓക്കെ, ദെൻ ഓക്കെ, ഇപ്പോൾ എറേഴ്സ് ഒന്നുമില്ല. ഓക്കെ, നമുക്കിവിടെ ഓത്ത് ഇൻ്റർഫേസ് ആവില്ല വരെ. ഓക്കെ, അതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് DTO ക്രിയേറ്റ് ചെയ്യാം. സോ അതിനായിട്ട് നമ്മുടെ DTOs ഫോൾഡറിലോട്ട് പോവാം. ഇവിടെ DTO. അതിനകത്ത് post.dto.ts ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഓത്ത് റൗട്ടിൽ നിന്ന് എല്ലായിടത്തും പോസ്റ്റ് റൗട്ട് കൊണ്ടുപോയിട്ട് നമുക്കിവിടെ സൈനപ്പ് മാത്രം നിർത്തിയിട്ട് ബാക്കി അങ്ങ് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഇനി സൈനപ്പ് DTO ഒക്കെ പകരം നമുക്ക് ക്രിയേറ്റ് പോസ്റ്റ് DTO എന്ന് നെയിം ഇടാം. ഓക്കെ, നമ്മൾ പറഞ്ഞു ഇപ്പം നമ്മുടെ കയ്യിൽ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും മാത്രമേ നമ്മൾ സ്റ്റോർ ചെയ്യുന്നുള്ളൂ. സോ നമുക്കത് മാത്രം ഇപ്പോൾ DTOയിൽ സ്പെസിഫൈ ചെയ്യാം.
ടൈറ്റിൽ അതൊരു സ്ട്രിങ് ആണ്. ഓക്കെ, ഈസ് ഇമെയിൽ അല്ല, ഇവിടെ വരെ ഈസ് സ്ട്രിങ് എന്ന് വേണം. ഓക്കെ, അതുപോലെ നെയിമിന് പകരം നമ്മൾ ഡിസ്ക്രിപ്ഷനും കൊടുത്തു. ഓക്കെ, തൽക്കാലം നമ്മൾ ഇത്രേ കൊടുക്കുന്നുള്ളൂ. ദെൻ പാസ്വേഡ് ഇതെടുത്ത് ഒഴിവാക്കാം, ഈസ് ഇമെയിലും എടുത്ത് ഒഴിവാക്കാം. ഓക്കെ, ദെൻ ഇനി പോസ്റ്റ് റൗട്ടിലോട്ട് പോവാം. അവിടെ ഈ സൈനപ്പ് DTOക്ക് പകരം നമ്മൾ കൊടുക്കേണ്ടത് ക്രിയേറ്റ് പോസ്റ്റ് DTO ആണ്. ഓക്കെ, സോ അതിൻ്റെ വാലിഡേഷൻ അവിടെ നടന്നോളൂ. ക്രിയേറ്റ് പോസ്റ്റ് DTO അത് ബോഡിയിലാണ്. ഓക്കെ, സോ നമ്മുടെ റൗട്ട് ഏകദേശം ഓക്കെ ആയി. ഇനി കൺട്രോളറിലോട്ട് പോവാം. പോസ്റ്റ് കൺട്രോളർ, ഇവിടെ നമുക്ക് DTO ഇമ്പോർട്ട് ചെയ്യാം. പോസ്റ്റ് എന്ന് ക്രിയേറ്റ് പോസ്റ്റ് DTO ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, then നമ്മൾ കമൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കോഡ്സ് കൺകമൻറ്റ് ചെയ്യാം. ഇത് നമുക്ക് റിക്വസ്റ്റ് ഡോട്ട് ബോഡിയിൽ നിന്ന് വരുന്ന ഡാറ്റയുടെ ടൈപ്പ് സൈനപ്പ് DTO അല്ല, നമുക്കതിന് പകരം നമുക്ക് ക്രിയേറ്റ് പോസ്റ്റ് DTO എന്ന് കൊടുക്കാം. ഓക്കെ, യൂസർ ഡാറ്റയ്ക്ക് പകരം നമുക്ക് പോസ്റ്റ് ഡാറ്റ എന്ന് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ബോഡിയിൽ നിന്ന് നമുക്ക് യൂസർ സെൻഡ് ചെയ്യുന്ന ഡാറ്റ കിട്ടും. ഇനി ആ ഡാറ്റ എടുത്ത് നമുക്ക് സർവീസ് ഫയലിലോട്ട് അയക്കണം. സോ ഓസ്റ്റ് സർവീസ് അല്ല, ഇവിടെ പോസ്റ്റ് സർവീസ് ആണ്. പോസ്റ്റ് സർവീസിലുള്ള ക്രിയേറ്റ് പോസ്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മളിവിടെ കോൾ ചെയ്യും. അതിനകത്തോട്ട് നമ്മൾ ഈ പോസ്റ്റ് ഡാറ്റ കൊടുക്കും. ഓക്കെ, ദെൻ നമുക്ക് ക്രിയേറ്റ് പോസ്റ്റ് പേജിൽ പോവാം. ഫംഗ്ഷനകത്ത് പോയിട്ട് ഇവിടെ ഡാറ്റ നമ്മൾ സൈനപ്പ് DTO അല്ല എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ക്രിയേറ്റ് പോസ്റ്റ് DTO ആണ് നമ്മളിവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ DTO ഇടുന്നിടത്ത് കളയാം. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ പോസ്റ്റ് മോഡൽ ഇവിടെ ഇമ്പോർട്ട് ചെയ്യണം. സോ നമ്മൾ DB ക്വറീസ് ഒക്കെ ചെയ്യുന്ന സർവീസിലാണല്ലോ. സോ നമുക്കിവിടെ പോസ്റ്റ് മോഡൽ ഇമ്പോർട്ട് ചെയ്യാം. സോ ഇമ്പോർട്ട് പോസ്റ്റ് ഫ്രം model/post. ഓക്കെ, എന്നിട്ട് ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഡാറ്റയുടെ വാലിഡേഷൻ ഒക്കെ ഡീറ്റെയിൽ ചെയ്യുന്നുണ്ട്. സോ ഈ ക്രിയേറ്റ് പോസ്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് നമ്മൾ ഡാറ്റാ ബേസിലോട്ട് സ്റ്റോർ ചെയ്യുക എന്നുള്ളൊരു ഫംഗ്ഷനാലിറ്റി മാത്രമേ ചെയ്യുന്നുള്ളൂ. നമുക്ക് ആവശ്യമില്ലാത്ത ഈ പേജ് നേരത്തെ കളയാം. ഓക്കെ, ദെൻ ഇത് നമുക്ക് ഒരു കാര്യം ചെയ്യാനുള്ളത്, നമ്മുടെ പോസ്റ്റ് മോഡലിലോട്ട് പോയി കഴിഞ്ഞാൽ പോസ്റ്റ് അല്ല യൂസർ മോഡലിൽ പോയി കഴിഞ്ഞാൽ നമ്മളിവിടെ റിലേഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഓരോ പോസ്റ്റും ഓരോ യൂസറുടേതായിരിക്കും. ഓക്കെ, സോ നമ്മൾ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ യൂസറുടെ ID കൂടെ നമുക്ക് സ്റ്റോർ ചെയ്യണം. ഓക്കെ, നമ്മളിവിടെ ഫോറിൻ കീ ആയിട്ട് യൂസർ ID സ്പെസിഫൈ ആയിട്ടുണ്ട്. ഓക്കെ, ഈ ഫോറിൻ കീ തന്നെ ഇവിടെയും കൊടുക്കണം. ഓക്കെ, ഇനി നമ്മൾ പോസ്റ്റ് മോഡലിനകത്തോട്ട് പോവാം. ഓക്കെ, നമ്മളൊരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ അയക്കുന്നത് ടൈറ്റിലും ഡിസ്ക്രിപ്ഷനുമാണ്. സോ അത് മാത്രം പോരാ, നമുക്ക് അറിയാം ഏതെങ്കിലും ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് ഏത് യൂസറുടെ അതാണെന്നുള്ളത് കൂടെ സ്പെസിഫൈ ചെയ്യണം. സോ അതിനായിട്ട് നമുക്ക് ആ പോസ്റ്റിൻ്റെ കൂടെ ഈ ഡിസ്ക്രിപ്ഷൻ ടൈറ്റിൽ അയക്കുന്ന കൂടെ ആ യൂസറുടെ ID കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ അയക്കണം ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമ്മളിവിടെ ഡിസ്ക്രിപ്ഷൻ്റെ കൂടെ തന്നെ നമുക്ക് ഇവിടെ യൂസർ ID യുടെ സ്പെസിഫൈ ചെയ്യണം ഈ ആട്രിബ്യൂട്ട്സിനകത്ത്. സോ അത് നമ്പർ ആയിരിക്കും. ഓക്കെ, ദെൻ അത് ഇവിടെയും കൊടുക്കണം. ഡിസ്ക്രിപ്ഷൻ കൊടുത്ത പോലെ നമുക്കിവിടെ സ്ട്രിങ് അല്ല വരുന്നത്, നമ്പറാണ്. ഓക്കെ, യൂസർ ID. ഓക്കെ, ദെൻ ഇതുപോലെ തന്നെ നമുക്ക് ആ ഒരു കോളം കൂടെ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. യൂസർ ഐഡിക്ക് പകരം ഐഡിക്ക് പകരം നമുക്ക് യൂസർ ID എന്നായി കൊടുക്കാം. ഓക്കെ, അത് പ്രൈമറി കീ അല്ല, ഓട്ടോ ഇൻക്രിമെൻ്റ് അല്ല, പക്ഷെ അത് നോൺ നള്ളബിൾ ആണ്. സോ അലൗ നൾ നമുക്ക് ഫോൾസ് കൊടുക്കാം. ഓക്കെ, സോ ഏതൊരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്താലും അതിൻ്റെ കൂടെ ആ പോസ്റ്റ് ആരുടേതാണോ ആ യൂസർ ID കൂടെ നമുക്ക് സ്റ്റോർ ചെയ്യണം. ഓക്കെ, ഇനി ഇത് സേവ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ സർവീസ് ഫയലോട്ട് പോകും, പോസ്റ്റ് സർവീസ്. ഓക്കെ, ഇനി ഇവിടെയാണ് നമ്മൾ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ അതിനായിട്ട് ഞാൻ അതൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, കോൺസ്റ്റ് പോസ്റ്റ് ഈക്വൽ ടു await നമ്മൾ DB ക്വറി നടത്താൻ പോവാണ്. ദെൻ പോസ്റ്റ് മോഡൽ വിളിക്കുക ഡോട്ട് ക്രിയേറ്റ്. ഓക്കെ, ഇതിനകത്ത് നമ്മുടെ ഫീൽഡുകൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. സോ അത് നമുക്ക് ടൈറ്റിൽ ഉണ്ട്. സോ ടൈറ്റിൽ നമുക്ക് ഡാറ്റയിൽ വരും ഡാറ്റ ഡോട്ട് ടൈറ്റിൽ. അടുത്തതായിട്ട് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. സോ അതും നമുക്ക് ഡാറ്റയിൽ വരും ഡാറ്റ ഡോട്ട് ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, ഇനി നമുക്ക് അയക്കേണ്ടത് യൂസർ ID ആണ്. സോ യൂസർ ID, ആ യൂസർ ID നമ്മൾ ഈ സർവീസിലോട്ട് കൺട്രോളറിൽ നിന്നും പാസ് ചെയ്യണം. സോ യൂസർ ID സ്ട്രിങ്. ഓക്കെ, യൂസർ ID നമുക്കിവിടെ യൂസർ ID തന്നെ കൊടുക്കാം. ഓക്കെ 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 സ്ട്രിങ് അല്ല, യൂസർ ID എന്ന് പറയുന്നത് നമ്പറാണ്. ഓക്കെ ഓക്കെ, നമ്മൾ ടൈറ്റിൽ കൊടുത്തു, ഡിസ്ക്രിപ്ഷൻ കൊടുത്തു, യൂസർ ID കൊടുത്തു. സ്റ്റിൽ നമുക്ക് എറർ ഉണ്ട്, ID ഈസ് മിസ്സിങ്. സോ നമ്മൾ ഒരിക്കലും യൂസർ സൈഡിൽ നിന്ന് നമ്മൾ ഇവിടെ നിന്ന് ഒരിക്കലും നമ്മൾ ID പാസ് ചെയ്യുന്നത് ഡാറ്റാബേസ് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യേണ്ടതാണ്. സോ അത് നമുക്കിവിടെ പോസ്റ്റ് മോഡലിനകത്ത് ആ ID എന്ന് പറയുന്ന ഫീൽഡ് നമുക്കിവിടെ ഓപ്ഷനിലാക്കി കൊടുക്കണം. ഓക്കെ, സോ അതിനായിട്ട് നമ്മൾ യൂസർ മോഡലിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത സെയിം സംഭവം കോപ്പി ചെയ്യാം. ഇവിടെ ഒരു യൂസർ ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു, അത് കോപ്പി ചെയ്തിട്ട് നമ്മുടെ പോസ്റ്റ് മോഡലിനകത്തോട്ട് വരാം. ഇവിടെ അത് പേസ്റ്റ് ചെയ്യാം.
ഓക്കെ, ഞാനിവിടെ യൂസർ ഇൻപുട്ടിന് പകരം പോസ്റ്റ് ഇൻപുട്ട് എന്ന് കൊടുത്തു. പോസ്റ്റ് ഇൻപുട്ട് യൂസർ ആട്രിബ്യൂട്ട്സിന് പകരം പോസ്റ്റ് ആട്രിബ്യൂട്ട്സ്. ഓക്കെ, ഇവിടെ നമുക്ക് ഐ ഡി മാത്രമാണ് ഓപ്ഷണൽ ആയിട്ടുള്ളത്. ഈസ് വെരിഫൈഡ് ഒഴിവാക്കുക. എന്നിട്ട് ഇതിൻ്റെ കൂടെ നമ്മുടെ പോസ്റ്റ് ഇൻപുട്ടോടെ പാസ് ചെയ്യുക, സേവ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ സർവീസിലുള്ള എറർ പോയി. ഇപ്പോൾ നമുക്ക് കൺട്രോളർ എറർ ഉണ്ട്, കാരണം നമ്മളിവിടെ യൂസർ ഐ ഡി കൂടെ സർവീസിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എങ്ങനെ യൂസർ ഐ ഡി കിട്ടും? ഓക്കെ, ആ യൂസർ ഐ ഡി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഓത്ത് മിഡിൽ വെയർ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഈ ഓത്ത് മിഡിൽ വെയറിൽ നമ്മൾ request.userലോട്ട് ആ യൂസറുടെ എല്ലാ ഡാറ്റയും നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് കൺട്രോളറിൽ request.user വിളിച്ചാൽ മതി. ഓക്കെ, അങ്ങനെ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മിഡിൽ വെയർ ഈ കൺട്രോളറിനകത്ത് കൺട്രോളറല്ല റൗട്ടിനകത്ത് നമ്മുടെ മിഡിൽ വെയർ കൊടുക്കണം. നമ്മളിവിടെ വാലിഡേഷൻ മിഡിൽ വെയർ കൊടുത്ത പോലെ തന്നെ നമുക്ക് ഓത്ത് മിഡിൽ വെയർ കൂടെ സ്പെസിഫൈ ചെയ്യണം. ഓക്കെ, സോ അതിന് ആദ്യമായിട്ട് നമ്മുടെ മിഡിൽ വെയർ ഇവിടെ ഇമ്പോർട്ട് ചെയ്യുക. സോ ഇമ്പോർട്ട് ഓത്ത് മിഡിൽ വെയർ. ഓക്കെ, ദെൻ ഇതിനകത്ത് നമ്മുടെ ഓത്ത് മിഡിൽ വെയർ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് സേവ് ചെയ്യാം. ഇനി നേരെ പോസ്റ്റ് കൺട്രോളറിലോട്ട് പോകാം. ഇനി ക്രിയേറ്റ് പോസ്റ്റിൽ നമുക്ക് ആ യൂസർ ഐ ഡി പാസ് ചെയ്യണം. സോ അതിനായിട്ട് ഓക്കെ, ഇവിടെ പോസ്റ്റ് ഡാറ്റയാണ്, യൂസർ ഡാറ്റയല്ല. സോ ഇത് മാറ്റി പോസ്റ്റ് ഡാറ്റ എന്ന് കൊടുക്കാം. ഓക്കെ, ദെൻ ഇവിടെ നമുക്ക് request.user.id എന്ന് കൊടുക്കാം. ഓക്കെ, ദെൻ സേവ് ചെയ്യാം. സോ ഇനി ക്രിയേറ്റ് പോസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മളിവിടെ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അത് റിട്ടേൺ ചെയ്യണം. സോ നമുക്ക് വേണമെങ്കിൽ ഇവിടെ റിട്ടേൺ പോസ്റ്റ് എന്ന് കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ ചുമ്മാ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്ന പകരം ഇവിടെ തന്നെ റിട്ടേൺ കൊടുത്താലും മതി. ഓക്കെ, ഇനി കൺട്രോളിൽ പോവാം. അപ്പോൾ ഇവിടെ ഡാറ്റയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്ത പോസ്റ്റ് കിട്ടും. സോ അതിവിടെ പോസ്റ്റ് ക്രിയേറ്റഡിന് പകരം നമുക്ക് യൂസർ ക്രിയേറ്റഡിന് പകരം നമുക്ക് പോസ്റ്റ് ക്രിയേറ്റഡ് എന്ന് കൊടുക്കാം. index.ts ഫയൽ നമ്മുടെ പുതിയ റൗട്ട് ഇവിടെ ഇമ്പോർട്ട് ചെയ്യണം. സോ അതിനായിട്ട് import post route from routes. ഓക്കെ, എന്നിട്ട് അതുകൂടെ ഇവിടെ കൊടുക്കുക, ന്യൂ പോസ്റ്റ് റൗട്ട്സ്, എന്നിട്ട് സേവ് ചെയ്യാം. ഇപ്പോൾ നമുക്കിവിടെ ഒരു എറർ അടിക്കുന്നുണ്ട്, request.user.id ഇല്ല എന്നും പറഞ്ഞിട്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ package.jsonൽ നമ്മൾ റൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് TS നോഡാണ്. സോ TS നോഡ് നമ്മളെ ഈ index.d.tsനകത്താണ് നമ്മുടെ യൂസർ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. സോ TS നോഡ് റൺ ചെയ്യുമ്പോൾ ഈ ഫയലിനെ ഇഗ്നോർ ചെയ്തിട്ടാണ് റൺ ചെയ്യുക. അതുകൊണ്ടാണ് നമുക്ക് എറർ കിട്ടുന്നത്. സോ അത് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു ഫയൽസ് എന്ന് പറയുന്നൊരു ഫ്ലാഗ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സെർവർ സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്നുകൂടെ റൺ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഫയൽ റണ്ണായി. ഇനി നമുക്ക് പോസ്റ്റ്മാനിൽ പോയിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോ അതിനായിട്ട് നേരെ പോസ്റ്റ്മാൻ എടുക്കാം. ഓക്കെ, ദെൻ നമുക്ക് URL അടിക്കാം, ലോക്കൽ ഹോസ്റ്റ് 3000/API/post. ഇതാണ് നമ്മുടെ API, അത് പോസ്റ്റ് മെത്തേഡാണ്. ഓക്കെ, ദെൻ നമുക്ക് ബോഡി കൊടുക്കണം. സോ റോല് JSON സെലക്ട് ചെയ്യുക. നമ്മളിവിടെ കൊടുക്കുന്നത് ടൈറ്റിൽ ഇപ്പോൾ ചുമ്മാ നമുക്ക് ടെസ്റ്റ് എന്ന് കൊടുക്കാം. ദെൻ നമുക്ക് വേണ്ടത് ഡിസ്ക്രിപ്ഷനാണ്. ഓക്കെ, അതിൻ്റെ കൂടെ ടെസ്റ്റ് ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ എന്തിട്ട് ഓക്കെ, സെമി കോളല്ല, കോളം. ഓക്കെ, ഇനി ഹിറ്റ് ചെയ്യാം. ഒത്തൻറ്റിക്കേഷൻ ടോക്കൺ ഈസ് മിസ്സിങ്. സോ നമ്മുടെ ഓത്ത് മിഡിൽ വെയർ വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മൾ ടോക്കൺ പാസ് ചെയ്തതുകൊണ്ടാണ് ഈ ഇഷ്യൂ വന്നത്. സോ നമുക്ക് ടോക്കൺ കിട്ടണമെങ്കിൽ നമ്മൾ ലോഗിൻ ചെയ്യണം. സോ ഞാനിവിടെ സൈനപ്പിന് പകരം ലോഗിൻ കൊടുത്ത് സെൻഡ് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ എനിക്ക് ഇവിടെ ഒരു ബിയർ ടോക്കൺ കിട്ടും. സോ ഞാനത് നേരെ എടുത്ത് നമ്മുടെ ക്രിയേറ്റ് പോസ്റ്റിൻ്റെ ഹെഡറിലോട്ട് വരാം. അവിടെ ഒരു ഓത്തറൈസേഷൻ എന്ന് പറയുന്ന ഒരു ഹെഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് സേവ് ചെയ്യാം, ദെൻ സെൻഡ് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പോസ്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ PG അഡ്മിനിൽ പോയിട്ട് നമ്മുടെ പോസ്റ്റ് ടേബിൾ എടുത്ത് നോക്കിയാൽ ഇതിനകത്ത് നമ്മുടെ പോസ്റ്റ് ക്രിയേറ്റ് ആയിട്ടുള്ള ഒരു ID ഉണ്ട്, അതുപോലെ തന്നെ ടൈറ്റിൽ നമ്മൾ കൊടുത്ത ഡാറ്റ എല്ലാം ഉണ്ട്. ഫൈനലി നമ്മളെ യൂസർ IDയും ഇതിനകത്ത് സ്റ്റോർ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാണ്ട്, നമ്മുടെ സർവീസ് ഫയൽ നമ്മളിവിടെ എനിയാണ് കൊടുത്തിട്ടുള്ളത്. സോ അതിന് നമുക്കൊരു ഇൻ്റർഫേസ് ഡിഫൈൻ ചെയ്യണം. സോ നമുക്ക് ഈ എനി ഇവിടെ നിന്ന് മാറ്റിയിട്ട് നമുക്ക് അതിൻ്റെ ഇൻ്റർഫേസ് കൊടുക്കണം. നമുക്കറിയാം പോസ്റ്റ് മോഡലിൽ പോയി കഴിഞ്ഞാൽ ഈ പോസ്റ്റ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്ന ഇൻ്റർഫേസ് ഉണ്ട്. ഇതിലുള്ള സെയിം ഡാറ്റയാണ് നമുക്ക് ആ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ റിട്ടേൺ ആയിട്ട് കിട്ടുന്നത്. സോ നമുക്ക് ഈ ഒരു ഇൻ്റർഫേസ് തന്നെ ഇവിടെയും യൂസ് ചെയ്യാം. ഓക്കെ, ഈ പോസ്റ്റിന് ശേഷം നമുക്ക് അതുകൂടെ ഇമ്പോർട്ട് ചെയ്യാം, പോസ്റ്റ് ആട്രിബ്യൂട്ട്സ്. ദെൻ എനിക്ക് പകരം നമുക്ക് പോസ്റ്റ് ആട്രിബ്യൂട്ട്സ് എന്ന് കൊടുക്കാം, സേവ് ചെയ്യാം.
ഓക്കെ, നമുക്ക് വേറൊരു പോസ്റ്റ് കൂടെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. സോ ഞാനിവിടെ ടെക്സ്റ്റ് 2 എന്ന് കൊടുത്തു. ഇനി നമുക്ക് വാലിഡേഷൻ വർക്ക് ചെയ്യണ്ടോ നോക്കാം. ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ എടുത്ത് ഒഴിവാക്കി ഞാൻ ചുമ്മാ സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ മസ്റ്റ് ബി എ സ്ട്രിങ്. ഓക്കെ, നമുക്ക് നമ്മുടെ വാലിഡേഷൻ മിഡിൽ വെയറും വർക്ക് ആവുന്നുണ്ട്. ഓക്കെ, ഞാനിവിടെ ടെസ്റ്റ് ഡിസ്ക്രിപ്ഷൻ 2 കൊടുത്തു, സെൻഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള API ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ഇനിയും കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയും പറയുന്നുള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.